വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, പൊതുവെ എല്ലാവർക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് പറയപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാത്സ് എന്ന് പറയുന്നത് അല്ലേ? എന്തായിരിക്കും അതിന്റെ കാരണം? കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാത്തത് കൊണ്ടാണോ? അല്ലേ? അത് മാത്രമല്ല, ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കൂടി അതിലൊരു കാരണമാണ് അല്ലേ? നമ്മൾ എത്ര തന്നെ അടിപൊളിയായിട്ട് പഠിച്ചാലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പലർക്കും ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വർഷം നമ്മളുടെ ഗവൺമെന്റ് തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയിട്ട് ഈ മോഡലിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞ് നമ്മളുടെ കയ്യിലേക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. നമ്മളിൽ പലർക്കും അത് അറിയില്ല. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ചോദ്യം, അതായത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ ചോദിച്ച രീതി കുറച്ച് വെറൈറ്റി ആയിട്ടാണ്. അപ്പൊ ആ ഒരു ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം വേറെ രീതിയിലാണ് ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 132 into 13 and 32 into 13? ചോദ്യം 132 into 13 32 into 13 തമ്മിലുള്ള വ്യത്യാസം താഴെ കൊടുത്തവയിൽ ഏതാണ്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതോ ഒന്നാണ് നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യം ഇത്രയേ ഉള്ളൂ: 132 into 13 32 into 13 എത്രയാണ്? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? വ്യത്യാസം എത്രയാണ്? ഇതെങ്ങനെ ചെയ്യും? സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 132നെ 100 പ്ലസ് 30 പ്ലസ് 2 എന്ന് എഴുതുക. 100 പ്ലസ് 30 പ്ലസ് 2 ഇൻറ്റു 13. ഒന്ന് ബ്രാക്കറ്റ് മാറ്റി അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 100 into 13 പ്ലസ് 30 into 13 പ്ലസ് 2 into 13 എന്ന് വരും. ശരിയല്ലേ? ഇനി അടുത്ത നമ്പർ ആയ 32 into 13 നോക്കണേ. 32 into 13നെ നമുക്ക് എന്ത് ചെയ്യാം? 32നെ 30 പ്ലസ് 2 എന്ന് എഴുതാം ഇൻറ്റു 13. അപ്പൊ 30 into 13 ആദ്യം വരുന്നു, പ്ലസ് 2 into 13 പിന്നെയും വരുന്നു. ഇനി ഇവരെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയേ, 30 into 13 പ്ലസ് 2 into 13 ഇവിടെയുണ്ട്, 30 into 13 പ്ലസ് 2 into 13 ഇവിടെയുണ്ട്. രണ്ടിലും ഒരാൾക്കാർ സെയിം ആണ്. അപ്പൊ ആരായിരിക്കും ഇവിടെ എക്സ്ട്രാ ആയിട്ട് കയറി നിൽക്കുന്നത്? നമ്മളുടെ ഒന്നാമത്തെ ആള് 100 into 13. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആരാണ്? 100 into 13 ഓപ്ഷൻ എ ആണ്. ഈ ചോദ്യം നമുക്ക് വേറെ രീതിയിൽ വേണേ ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന 132 into 13നെ നമുക്ക് എങ്ങനെ എഴുതാം? 100 പ്ലസ് 32 into 13. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ബ്രാക്കറ്റ് മാറ്റുന്ന സമയത്ത് 100 into 13 പ്ലസ് 32 into 13. അടുത്തത് ആരാണ്? നമ്മുടെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം, 32 into 13. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം, ഇവരെ രണ്ടുപേര്, അതായത് ഈ ഒരു നമ്പറിനെയും മൈനസ് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും സെയിം അല്ലേ? ആരാ ഇവിടെ എക്സ്ട്രാ ആയിട്ടുള്ളത്? നമ്മുടെ ഈ നമ്പറാണ് ഇവിടെ എക്സ്ട്രാ ആയിട്ടുള്ളത്, 100 into 13. അപ്പൊ അതാണ് നമ്മളുടെ വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 100 into 13 ആണ്. ഇതൊരു വെറൈറ്റി ചോദ്യമാണ്. എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം 2-3 ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കണം. നമ്മളുടെ എക്സാം നമുക്ക് തകർത്ത് എഴുതാനുള്ളതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഓണം എക്സാം അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.